അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷൻ. നമ്മുടെ കായംകുളം ഇത്ര അച്ചടക്കത്തോടെയും വളരെ മനോഹരമായി ഓണമൊക്കെ ആഘോഷിക്കുന്നത്, ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നതിന് കാരണം നമ്മുടെ പോലീസുകാർ തന്നെ. അതെ അതെ അതെ. അപ്പം നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷനിലാണ്. അപ്പം നമുക്ക് ഇവരുടെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കാണാം. ഇവിടെ എല്ലാരും ഭയങ്കര ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടുണ്ട്. പോലീസുകാര് എനർജിയിലാണ്. അപ്പം കവർ ഓണാണ്. അപ്പൊ നമ്മുടെ അവരുടെ ഓണവിശേഷങ്ങളെ കുറിച്ച് കാണാം. ഹായ് ഗൈസ്, എല്ലാരും ഓണ സന്തോഷം, ഓണ എനർജിയിലല്ലേ? ഈ എനർജിയുടെ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മുടെ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെയാണ് നമ്മൾ കണ്ടത്. എല്ലാരും ഭയങ്കര എനർജിയിലാണ്, ഓണ എനർജിയിലാണ്. ഇത്ര ഉഷാറായിട്ട് നമ്മൾ ഇതിനു മുന്നേ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഓണപരിപാടി. അത്ര എനർജിയിലാണ് ഇവിടെ ഓരോ സാറന്മാരും. പോലീസുകാർ നമ്മളെ കാക്കി ഇട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാരും സാറ് ഫുൾ എനർജിയിലാണ്. അപ്പൊ സാറ് തന്നെ തുടങ്ങി. ഈ വട്ടത്തെ ഓണം എങ്ങനെയുണ്ട്? സ്റ്റേഷനിലെ ഓണം എങ്ങനെയുണ്ട്? സ്റ്റേഷനിലെ ഓണം അടിപൊളിയായിരുന്നു. ഓണാഘോഷ പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണാഘോഷ പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണാഘോഷ പരിപാടികൾ നല്ല രീതിയിൽ നല്ല ഗംഭീരമായി തന്നെ നടത്തി. ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓണാഘോഷ പരിപാടികൾ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ നാട്ടിലിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പൊ കുട്ടികളെല്ലാം പ്രശ്നങ്ങൾ, ഓരോരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഓരോ മിനിറ്റിനുള്ളിൽ ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും എല്ലാം നിയന്ത്രിക്കുന്ന പോലീസുകാരാണ്. അപ്പൊ ആ അത്രയും ടെൻഷന്റെ ഇടയ്ക്കും ഓണം അടിപൊളിയായിട്ട് ഇവിടെ എങ്ങനെ ആഘോഷിക്കുന്നു. പോലീസുകാര് എല്ലാം തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത്. അപ്പൊ തീർച്ചയായും ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള ഒരു പ്രാപ്തി ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പൊ കായംകുളം ടൗണിലെ തിരക്കിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഓണം കായംകുളം എങ്ങനെ? കായംകുളം പൊതുവെ വളരെ തിരക്കൂടിയ ടൗണാണ് കായംകുളം. പ്രത്യേകിച്ചും ഇത് ഹൈവേയിലോട്ട് കടകൾ കുറവാണ്. വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ KP റോഡും അതേപോലെ തന്നെ ലിങ്ക് റോഡും കേന്ദ്രീകരിച്ചുള്ള ആണ് കൂടുതലും വ്യാപാര സ്ഥാപനങ്ങളുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു പാർക്കിങ്ങിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. കൂടുതൽ വണ്ടികൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത KP റോഡിലും പിന്നെ റോഡ് വളരെ കഞ്ചഷനാണ്. അതുകൊണ്ട് സ്വാഭാവികമായ തിരക്കുണ്ട്. എന്നാലും ട്രാഫിക് പോലീസും സ്റ്റേഷനിലെ പോലീസുകാരും മറ്റുള്ള കായംകുളം സബ് ഡിവിഷൻ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ ഉൾപ്പെടുത്തി ഓണത്തിന് ഓണം ആഘോഷിക്കാൻ വരുന്ന ഓരോ പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ കായംകുളം പട്ടണം കടത്തിവിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമമായ കർത്തവ്യം. അതിന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. ഈ പോലീസുകാരും കൂടുതലും പേരും ഓണം ആഘോഷിക്കാതെ മറ്റുള്ളവരെ ഓണം ആഘോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിലകൊള്ളുകയാണ്. നമുക്ക് കായംകുളം നഗരസഭാ ചെയർമാൻ ഇവിടെ ഓണം ആഘോഷിക്കാൻ പോലീസുകാരോട് എത്തിയിട്ടുണ്ട്. നമുക്ക് സാറിനോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്.
തീർച്ചയായിട്ടും നല്ലൊരു വൈബായിരുന്നു ഇവിടെ വന്നപ്പോൾ. ആദ്യമായിട്ടാണ് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. അപ്പൊ നമ്മുടെ പോലീസുകാരൊപ്പം ഓണം ആഘോഷിക്കാൻ നമ്മുടെ മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ MLA-യും അതേപോലെ നമ്മുടെ നാടിന് മന്ത്രിയുമായിട്ടുള്ള എക്സൈസ് മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ M. ലിജു സാറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സാർ പോലീസുകാരുടെ ഓണം ആഘോഷിക്കാൻ. അപ്പൊ പോലീസുകാർ ഭയങ്കര എനർജിയിലാണ്. അപ്പം മിനിസ്റ്ററും അതേ എനർജിയിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാമല്ലേ. ഓണവിശേഷങ്ങളെ കുറിച്ച് നമുക്ക് ഇനി ചോദിച്ചറിയാം. ഹായ് സാർ. വീഡിയോ അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ സാറുണ്ട്. നമുക്ക് സാറിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഓണത്തെ കുറിച്ച് സാറിന് എന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? എന്നും ഓർത്തിരിക്കാന്ന്? നമ്മുടെ ബാല്യകാല ഓർമ്മകളെല്ലാം പ്രധാനമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്ന ഓണമായിട്ടാണല്ലോ. പ്രത്യേകിച്ച് എൻ്റെ നാട് വലിയ ജലോത്സവങ്ങളുടെ നാടായിരുന്നു. അപ്പർക്കുട്ടനാടാണ് ആനാരി ചെറുതന പഞ്ചായത്തിനായിട്ട്. അപ്പം സാർ MLA ആയി മിനിസ്റ്റർ ആയിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം എക്സൈസ് മിനിസ്റ്ററും കൂടാണ്. അപ്പൊ ഇവിടെ ഡ്രഗ്സിന്റെ പേരിലും കുട്ടികളാണേലും മുതിർന്നവരായാലും ഡ്രഗ്സിന്റെ ഒക്കെ ഒരുപാട് കേസുകളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മനോഹരമായ ഓണം നമുക്ക് പങ്കെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ പോലീസുകാരാണെങ്കിലും അവരെല്ലാം ഭയങ്കര എനർജിയിലാണ്. അപ്പൊ സാറിന്റെ ഈ വർഷത്തെ ആദ്യത്തെ ഓണമാണ്, മിനിസ്റ്റർ ആയിട്ടുള്ള ആദ്യത്തെ ഓണം എങ്ങനെയുണ്ട്? വളരെ നല്ല ഓണമാണ്. എല്ലാ സ്ഥലങ്ങളിലും വളരെ സന്തോഷമായിട്ട് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ വരുമ്പോൾ യഥാർത്ഥം ഇപ്പം നിങ്ങൾ പറഞ്ഞ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം പറഞ്ഞു, അതിനകത്ത് വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. എന്നുള്ളതാണ് പോലീസ് എക്സൈസ് നടത്തുന്ന കഠിനാധ്വാനമാണ് നാട്ടിലെ നിരവധി സാമൂഹ്യ വിരുദ്ധന്മാരെ അഴിക്കുള്ളിലാക്കി നാട്ടിൽ സമാധാനം ഉറപ്പുവരുന്നത്. ഇപ്പൊ തന്നെ എനിക്കറിയാവുന്ന ഇന്നലെ കൃഷ്ണപുരത്ത് കൃഷ്ണപുരത്തു നിന്ന് പോയ ഒരാളെയാണ് വലിയ തോതിൽ മയക്കുമരുന്നുമായിട്ട് ഹരിപ്പാട് വെച്ച് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ ആക്ഷനും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നു മറ്റു തരത്തിൽ കമ്പൈൻഡ് ഓപ്പറേഷൻസ്, എക്സൈസും പോലീസിന്റെയും കമ്പൈൻഡ് ഓപ്പറേഷൻ നടക്കുകയാണ്. അപ്പൊ നാട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വരുമ്പോൾ തന്നെ വലിയ സന്തോഷം. പിന്നെ വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുണ്ട് പോലീസ് സ്റ്റേഷൻ വരാൻ. എന്റെ അച്ഛൻ പോലീസായിരുന്നു, മനസ്സിലായി, അച്ഛൻ പോലീസായിരുന്നു. അച്ഛന്റെ ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അച്ഛന്റെ 2 സഹോദരങ്ങൾ 2 പേര് പോലീസിലായിരുന്നു. ഇപ്പോഴാണ് ഒരാൾ ഇപ്പൊ റിട്ടയർ ചെയ്ത് ഈ വർഷമാണ്. അതുകൊണ്ട് പോലീസില് സ്റ്റേഷനിൽ എത്തുമ്പോൾ കുടുംബത്തിൽ എത്തുന്നോട്ടൊരു സന്തോഷമാണ്. സാറ് കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് ആഘോഷിക്കാറുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു മിനിസ്റ്റർ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ആഘോഷിക്കുമ്പം അതിന്റെ ഒരു എനർജി. ഞാൻ പറയുന്നത് മിനിസ്റ്ററായി എന്നത് വ്യക്തിപരമായി അങ്ങനെ വേറെ തരത്തിലൊന്നും അങ്ങനെ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. നമുക്ക് സമൂഹത്തോട് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരു അധികാരം ലഭിക്കുമ്പോൾ നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അതിൽ വരുന്ന മാറ്റം. അതല്ലാതെ ഒരു പ്രിവിലേജിനുണ്ടാകുന്ന മാറ്റം അത് എനിക്ക് അത് അത്രമാത്രം അതൊരു വിഷയമല്ല. വീട്ടില് എല്ലാവരുമായിട്ട് ഓണം ആഘോഷിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ട്. പരിപാടികൾ പണ്ട് കാലത്തോളം ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉള്ളതായിട്ട് തോന്നുന്നു? വീട്ടിലെ ഓണം എന്ന് പറഞ്ഞത് ഞാൻ ചെറുപ്പത്തിലെ ഓണത്തെ കുറിച്ച് സന്തോഷമുണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം. കാരണം ചെറുപ്പത്തിലാണ് കൂടുതൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നിട്ടുള്ളത്. മുതിർന്ന സമയത്തിലെല്ലാം തന്നെ പിന്നെ യാത്രകളും അങ്ങനെ ഈ തിരുവോണ ദിവസം മാത്രം വരുന്ന ഒരു ഓണം മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഓണ ഓർമ്മകളാണ് കൂടുതൽ സന്തോഷം. കുടുംബമായിട്ട് എല്ലാവരും നിൽക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണല്ലോ. എന്താ ചോദിച്ചെന്തായിരുന്നു? അല്ല, പണ്ട് കാലത്തെ ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിൽ ഉണ്ടാക്കിയ ഒരു വ്യത്യാസം. പണ്ട് ഉള്ള ഓണത്തിന്റെ പ്രത്യേകത അത് കൂട്ടുകുടുംബങ്ങളുടെ ഓണമായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കെന്ന് പറഞ്ഞാൽ വീട്ടിലെ എല്ലാവരും, ഇപ്പോൾ അച്ഛനാണ് ഏറ്റവും മൂത്തയാൾ, അപ്പോൾ അദ്ദേഹത്തിന്റെ കുറേ സഹോദരങ്ങളുണ്ട്. അപ്പൊ അവരെ ബന്ധുക്കൾ എല്ലാവരും കൂടെ ഉള്ള ഓണമാണ് പഴയ കാലത്തെ ഓണം. ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലിയുടെ ഓണം ആയതുകൊണ്ട് അച്ഛനും അമ്മയും മക്കളും മാത്രം നിൽക്കുന്ന ഓണമാണ്. പണ്ട് എല്ലാവരുടെ ഒരു കൂട്ടായ്മ ഓണത്തിനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓണത്തിന്റെ വൈബിനൊന്നും അങ്ങനെ മാറ്റമൊന്നുമില്ല. ഓരോ കാലത്തിനും ഓരോ ഓണ ചിന്തകളാണ്. സാർ ഒട്ടും വൈബ് വിടുന്ന ആളല്ലെന്ന് നമുക്ക് മനസ്സിലായി. സാർ ഈ ഓണക്കാലത്ത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സന്ദേശം എന്തായിരിക്കും? ഓണം എന്ന് പറഞ്ഞാൽ തന്നെ കൂട്ടായ്മയാണ്. മനുഷ്യരുടെ കൂട്ടായ്മയ്ക്കകത്ത് അതിനകത്ത് ജാതിയോ മതമോ അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഓണത്തിനുള്ള ഏറ്റവും പ്രധാന സന്ദേശം. അപ്പം ഇത്രയും തിരക്കിന്റെ ഇടയ്ക്കും സാർ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന ഓണം ആഘോഷത്തിന്റെ ത്രില്ലാണ് എല്ലാ പോലീസുകാരും. അപ്പൊ ഞങ്ങൾക്കൊരു ഓണ സന്ദേശം തന്നതിനും വളരെ വലിയൊരു നന്ദി പറയുന്നു. താങ്ക് യു. ഹാപ്പി ഓണം സാർ. അപ്പൊ നമ്മൾ നല്ല അടിപൊളി എനർജറ്റിക് സോങ് ഒക്കെ കേട്ടു. പോലീസുകാരുടെ കാട്ടിക്കുള്ളിലെ കലാകാരന്മാരാ മൊത്തം വരും. നമുക്ക് ഇവരുടെ ഒന്ന് പരിചയപ്പെടാം. ഇവരുടെ വിവരങ്ങളൊക്കെ ചോദിച്ച് ഇവരുടെ ഓണാഘോഷങ്ങളൊക്കെ എന്തായാലും ചോദിക്കാം. ആദ്യം നമുക്ക് എസ്ഐയുടെ തന്നെ ചോദിക്കാം. ഹായ് സാർ, സാറിന്റെ പേരെന്താ?
സാർ ഇവിടുത്തെ SI ആണല്ലേ? എങ്ങനെയുണ്ട് സാറിന്റെ ഓണം ഈ വട്ടം? ഞാനിവിടെ 2 വർഷം ഓണം ആഘോഷിക്കാൻ നേരത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ 3ാമത്തെ വർഷമാണ്. കുറച്ച് നാൾ എങ്ങനെയോട്ട് പോയി. പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ള ഓണം നമ്മുടെ ഇതുവരെയും ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് മാത്രമാണ്, നമ്മുടെ മാത്രമായിട്ട് ഒന്നിച്ചിരുന്ന് ബാക്കിയുള്ളതായിരുന്നു ഇത്ര നാളത്തെ ഓണം. ഇപ്രാവശ്യം പക്ഷെ നമ്മുടെ നിരവധി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓരോരുത്തരും, നമ്മൾ മാത്രമല്ല നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞ ഒരു കൂട്ടം, നമ്മുടെ എല്ലാം ഒരു എന്താ പറയുക, എല്ലാ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഗിഫ്റ്റ് വെക്കുന്ന പോലെയാണ്. അതെ, എല്ലാവരും കൂട്ടായ്മ പോലെ തന്നെ എല്ലാവരും ഒരേപോലെ ആഘോഷിച്ചു. അത് നമ്മൾ മാത്രമല്ല, നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള നമ്മൾ എന്ന് സ്ഥിരമായിട്ട് പോകുന്ന കടകളായാലും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളെ ഇന്ററാക്ട് ചെയ്യുന്നവരും എല്ലാവരും ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഓണമായിരുന്നു. നമ്മുടെ മിനിസ്റ്റർ വന്നു, ഇവിടെ നഗരസഭ ചെയർമാൻ വന്നു, പിന്നെ DSP സാർ വന്നു, പിന്നെ ഇവിടുത്തെ നമ്മുടെ കൗൺസിലേഴ്സും മറ്റുള്ളവരും വന്നു, പാർട്ടി കൗൺസിലേഴ്സും എല്ലാവരും നമ്മളെ നല്ലപോലെ നല്ല ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാറിന് ഈ ഡ്രസ് കോഡ് ആരാ സെറ്റ് ചെയ്തത്? സാറാണെന്ന് തോന്നുന്നു ഡ്രസ് കോഡ് ഒക്കെ സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അനന്തകൃഷ്ണനാണ്. പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും എല്ലാവരും തിരക്കായിരിക്കും, രാപ്പകൽ തിരക്കായിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇതെല്ലാം പ്ലാൻ ചെയ്തതാരായിരുന്നു? ഏറ്റവും കൂടുതൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇതിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് വരുന്ന ഒരു 5 പോലീസുകാരായിരിക്കും ഇതിൽ ഏറ്റവും ജൂനിയേഴ്സ് ആയിട്ടുള്ള അവർ തന്നെയാണ്. അവരുടെ ഒരു കൂട്ടായ്മയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അൻഷാദായാലും അനന്തകൃഷ്ണൻ, സഞ്ജു, എല്ലാരും ഇവിടെ എല്ലാവരുടെയും പേര് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒരുപോലെ ഒത്തൊരുമയോട് കൂടിയാണ് ആഘോഷം തന്നെ നമുക്ക് പറയാം. അതെ, അപ്പൊ അത്തപ്പൂ ഒക്കെ ആരാ ഇവിടെ? ഓക്കെ, എല്ലാരും പറയുന്നു. സാറിന് എന്താ പറയാനുള്ളത്? സാറിന്റെ പേരെന്താ? ഓക്കെ, അപ്പൊ സാറിന് ഈ വട്ടത്തെ ഓണത്തെ കുറിച്ചും എല്ലാം പറയാൻ എന്താ? നമ്മളെ പൊതുവെ കേരളീയരെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു അവസരമാണ്. പക്ഷെ ഞങ്ങൾക്ക് കുടുംബങ്ങളോടൊപ്പം ആഘോഷിക്കാൻ സമയം കിട്ടാറില്ല. അപ്പൊ ഞങ്ങള് ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാനായാലും ഈ കായംകുളം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വളരെ വൈബായിട്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ആഘോഷിക്കാം. ഇനിയുള്ള ആഘോഷം അങ്ങനെ അടിപൊളിയായി മാറട്ടെ. സാർ നല്ല അടിപൊളി മീശയൊക്കെ വെച്ച് കളറായാലും മാവേലി അടിപൊളി ആളായിരുന്നു. അതെ, സാറായിരുന്നു അപ്പൊ മാവേലിയായിട്ട് റെഡിയാവും, മീശയൊക്കെ കറക്റ്റായിരുന്നു. സാറായിരുന്നു മെയിന്, കളറായിരുന്നു. അപ്പൊ സാറ് പാട്ട് പാടുമെന്ന് തോന്നുന്നു. സാറ് പാട്ട് പാടും, ഡാൻസ് കളിക്കും. സദ്യ കഴിച്ചോ? SI സാർ പാട്ട് പാടുമെന്ന് ഇവിടെ വേറെ ആരോ പറഞ്ഞായിരുന്നു. ചെറുതായിട്ടൊരു പാട്ട് പാടും. പാടിക്കോ? സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ. ഓക്കെ, അപ്പൊ സാറിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സാറ് പറയൂ. അത് പോലെ പാടുന്ന ആളാണ്. സ്റ്റേഷനെ നന്നായിട്ട് കൂട്ടായ്മയോടുകൂടി നയിക്കുന്ന ആളാണ്. സാർ ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത സമയത്ത് വെൺമണി സ്റ്റേഷനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പൊ SHO ആണ്, സ്റ്റേഷനിൽ SHO ആണ്. സാറേ ഇവിടെ പ്രിൻസിപ്പൽ ആയിട്ട് ജോലി ചെയ്തിട്ട് പോയിരിക്കുന്ന ആളാണ്. പോലീസുകാരെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ തന്നെ ക്രിമിനലുകളെ ഒരു കാരണവശാലും ഒരു ആളാണ്. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളാണ്. എല്ലാം നല്ലപോലെ നോക്കുന്ന ആളാണ്. സാറിന്റെ സ്വദേശം തിരുവനന്തപുരത്താണ്. ഇവിടുത്തെ പോലീസ് വളരെ ജനകീയമായി പ്രവർത്തിക്കുന്ന പോലീസാണ്. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന. അതെ, അപ്പൊ ഈ വട്ടം എല്ലാവരും നല്ലൊരു ഓണം ആഘോഷിക്കട്ടെ. സാറിന്റെ പേരെന്താ? സാറിന് എങ്ങനെയുണ്ട് ഈ വട്ടത്തെ ഓണം? സ്റ്റേഷനിലെ ഓണം എല്ലാവരുമായിട്ട് ഒത്തൊരുമയോട് ആഘോഷിച്ചപ്പോൾ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടം സ്ട്രെസ് ആയിരിക്കുമല്ലേ? രാപ്പകൽ സ്ട്രെസ്സിന്റെ ഇടയിൽ നമ്മൾ ഓണത്തിന് അപ്പൊ പിന്നെ വേറെ സാറിന്റെ വീട്ടിലെ ഓണം വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? അവരാഘോഷിക്കും. ഓക്കെ, അപ്പൊ ഈ വട്ട സാറിന് എന്തായാലും തിരുവോണത്തിന് ഒന്ന് വീട്ടിൽ പോകാൻ പറ്റട്ടെ. അപ്പൊ നമ്മുടെ സുന്ദരികളായ വനിതാ പോലീസുകാരോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. പേരെങ്ങനെയാ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ? എന്തൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട്? രാവിലെ കലാപരിപാടികളും
ഓണസദ്യ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പേര്? ഓണാഘോഷ പരിപാടികളെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഇന്നത്തെ എന്തൊക്കെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു? ഓണസദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ വീട്ടിലെ ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിലെ ഓണം തയ്യാറായിട്ട് ഇപ്പൊ ഈ തിരക്കിന്റെ ഇടയ്ക്ക് വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റും? അപ്പം വീട്ടിലെ ഓണസദ്യ ഒക്കെ തയ്യാറാക്കാറുണ്ടോ? ഈ തിരക്കിനിടയ്ക്ക് പോകാൻ പറ്റാറുണ്ടോ? ലീവൊക്കെ കിട്ടാറുണ്ടോ? ലീവ് കിട്ടും. ഓണത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കുഞ്ഞിലെ ആഘോഷിച്ച ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മില്? ആഘോഷിച്ച ഓണത്തേക്കാൾ ഇപ്പം ഇച്ചിരി കൂടെ എല്ലാവരും എല്ലാ സമയത്തും ഒരേപോലെയാണ് എന്നാലും സൂപ്പറാണ്. പേര്? അപ്പൊ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്കുള്ള ഓണാഘോഷ പരിപാടികൾ എങ്ങനെയുണ്ട്? എന്റെ കുഞ്ഞിന്റെ കോളേജിലൊക്കെ ആഘോഷിച്ചിട്ട് ഇപ്പൊ ഒരു സ്റ്റേഷനിൽ യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥയാണ് ഇപ്പം. അപ്പൊ ഇത് കഴിഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് സാരിയൊക്കെ കൊടുത്ത് ഓണം ആഘോഷിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം വീട്ടിലേക്കാളും അടിപൊളിയായിട്ടാണ് ഇവിടെ ആഘോഷിക്കാറ്. ഓക്കെ. സാരിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തോ? പേര്? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ? ഇവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചത് പിന്നെ ഞങ്ങൾക്ക് ബാക്കി ഒറിജിനൽ ഓണം ദിവസങ്ങളിൽ നമ്മൾ ഡ്യൂട്ടിയായിട്ട് തിരക്കായിരിക്കും. പക്ഷെ അതിന്റെ എല്ലാ വിഷമം എല്ലാരും ഒരേ വൈബാണല്ലേ? പിന്നെ നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടല്ലോ, ഞങ്ങൾ ISHO മുതൽ ഇന്ന് താഴെ ഞങ്ങൾ CPM വരെ ഒരുപോലെ വൈബാണ് എല്ലാരും. അത്തപ്പൊക്കെ ഇട്ടാരെ ഇവിടെ? അത്തപ്പൂടെ ഒത്തൊരുമയോട് കൂടിയായിരുന്നു എല്ലാ ആഘോഷവും. പായസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ്. ഇവിടെ ഉണ്ടാക്കാനുള്ള പരിമിതികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അതും കൂടെ ഇവിടെ ആക്കി കുറച്ചുകൂടെ കളറാക്കി. ഓണം എല്ലാരും ഉഷാറാക്കിയത് വിശ്വസിക്കുന്നു. അപ്പൊ ഹാപ്പി ഓണം. ഇവിടുത്തെ ഓണം എല്ലാവർക്കും അടിപൊളി ആവട്ടെ. ലീവൊക്കെ കിട്ടി ഓണം വീട്ടിൽ തന്നെ തിരുവോണത്തിന് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റട്ടെ. ഹാപ്പി ഓണം. നിങ്ങൾക്ക് ഓണാശംസ. താങ്ക് യു.